രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനത്തിന് മുഴുവൻ സമയവും പഴി കേൾക്കേണ്ടി വന്നിരിക്കുന്നത് നരേന്ദ്രമോദിക്കാണ്. സത്യത്തിൽ മോദി ഈ പഴി കേൾക്കാൻ അർഹനാണ് എന്നതാണ് വാസ്തവം. കലാപം നടന്നതിന് ശേഷം രാഹുൽ ഇത് മൂന്നാം തവണയാണ് മണിപ്പൂരിൽ സന്ദർശിക്കാനൊരുങ്ങുന്നത്. എന്നാൽ മോദി ഒരു വട്ടം പോലും അവിടേക്ക് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ഇതിനാണ് കോൺഗ്രസ് മോദിയെ പലവട്ടം കുറ്റപ്പെടുത്തുന്നതും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് മോദിയെ വാനോളം പരിഹസിച്ചു വന്നതും ശ്രദ്ധേയമായി. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അസമിലേക്കും മണിപ്പൂരിലേക്കും പോകുമ്പോൾ മോദി ഇന്ന് മോസ്കോയിലേക്കാണ് പോകുന്നത്. മോദിയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചതെന്നാണ് മോദിയുടെ സ്തുതിപാഠകർ അവകാശപ്പെട്ടത്. ഈ മോസ്കോ യാത്ര കൂടുതൽ വിചിത്രമായ അവകാശവാദങ്ങളിലേക്ക് നയിക്കുമെന്ന കാര്യം ഉറപ്പാണെന്നാണ് നേതാവ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. ഇത് മൂന്നാം തവണയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് പോകുന്നതെന്നും ജയറാം രമേശ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2023 മെയ് 3 കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇത്രയും നാൾ കഴിഞ്ഞിട്ടും കുറച്ചു മണിക്കൂർ പോലും മണിപ്പൂർ സന്ദർശിക്കാൻ മോദിക്ക് സാധിച്ചിട്ടില്ല. മോദി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ കൂടിയായ മണിപ്പൂരിലെ മുഖ്യമന്ത്രിയെ കാണാനോ അവിടുത്തെ MLA-മാരും MP-മാരും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ കാണാനോ തയ്യാറായിട്ടില്ല എന്നാണ് ജയറാം രമേശ് വിമർശിച്ചത്. രാഹുലിന്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മണിപ്പൂരിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുന്ന ദിവസം തന്നെ മണിപ്പൂർ സന്ദർശിച്ച് മണിപ്പൂർ വിഷയത്തിൽ BJP-യെയും മോദിയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ മെയ്തേയ് കുക്കി സമുദായങ്ങൾ തമ്മിൽ വംശീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള രാഹുലിന്റെ മൂന്നാമത്തെ സന്ദർശനമാണിത്. എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ വരവാണിത്. നേരത്തെ ഇംഫാലിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ മണിപ്പൂർ കോൺഗ്രസ് അധ്യക്ഷൻ K മേഘചന്ദ്രയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തുമെന്ന് അറിയിച്ചത്. BJP-യുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നയങ്ങളും രാഷ്ട്രീയ നിലപാടുകളും കാരണം മണിപ്പൂരിനെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ലോക്സഭയിൽ സംസാരിക്കവേ രാഹുൽ ഗാന്ധി ആരോപിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനമുണ്ടായത്. വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിനെയും അദ്ദേഹം നിശിതമായിട്ടെന്ന് വിമർശിച്ചിരുന്നു. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂർ എന്ന സംസ്ഥാനമേയില്ല. ഒരു സന്ദേശം നൽകാൻ ഞങ്ങൾ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു അവിടെ പോകണമെന്ന്. പക്ഷേ അദ്ദേഹം ചെയ്തില്ല. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു മറുപടി പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിക്കില്ല എന്നായിരുന്നു രാഹുൽ ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടിയത്. വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ 2023 ജൂണിൽ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചിരുന്നു. കൂടാതെ ഈ വർഷം ആദ്യം ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായും രാഹുൽ മണിപ്പൂരിലെത്തി. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള രാഹുലിന്റെ ആദ്യ സന്ദർശനത്തെ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് മണിപ്പൂരിലെ കോൺഗ്രസ് പാർട്ടി കാണുന്നതെന്നും വ്യക്തമാണ്.